അസ്സലാമു വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഈവനിങ് വ്ളോഗാണ്. ജസ്റ്റ് ഈവനിങ് നമ്മൾ നാളേക്കൊക്കെ വേണ്ടിയിട്ടുള്ള മാവ് അരച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വീഡിയോ എടുത്ത് തുടങ്ങിയതാട്ടോ. വീഡിയോ എടുക്കാനൊരു സ്റ്റാർട്ടിങ് ട്രബിളാണ്, പക്ഷെ എടുത്ത് കഴിയുമ്പോൾ പിന്നെ അങ്ങനെ നിർത്താതെ എടുത്തുകൊണ്ട് നിൽക്കും. പിന്നെ ഇവിടെ സ്പെഷ്യലായിട്ടൊരു പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിലേക്കുള്ള പാൽ ഇവിടെ അപ്പുറത്ത് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ മുന്നേ നമ്മളൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കണേ. വീഡിയോസൊക്കെ ഇടാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഷെസു അവിടെ ലൈസും പാക്കറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഒരു അധിക ടൈമും അകത്താണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുണ്ടാവും, പുറത്താണെന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ വണ്ടിയിലും ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞാനിതാ മാവൊക്കെ ഇങ്ങനെ അരച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. കുറച്ച് അധികമായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഉഴുന്നൊക്കെ അരിച്ചിട്ട് എന്താ പറയുക, ദോശയും അതേമാതിരി ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമല്ലോ, അതൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടാ. അന്ന് അവസാനമായിട്ട് ഉണ്ടാക്കിയ മിക്സി കേടായിട്ട് പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പുതിയ മിക്സിയൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ ഫസ്റ്റായിട്ട് അരക്കുകയാണ്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ആവും. അപ്പോൾ നമ്മുടെ മാവൊക്കെ ഇവിടെ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. എന്തൊന്നും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോഴത്തേക്കും ഇക്കയുടെ പായസം എന്തായെന്ന് പോയി നോക്കുന്നുണ്ട്. അതിക്ക് പാലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് പായസത്തിൻ്റെ വിഷയത്തിൽ കയറട്ടാം. പായസം എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഗോതമ്പ് നുറുക്കുണ്ടല്ലോ, അത് വെച്ചിട്ടാട്ടോ. ആദ്യം നമ്മൾ ചെറുപ്പയർ വെച്ചിട്ട് ഉണ്ടാക്കാനായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ പീടിയിൽ ചെറുപ്പയർ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ സംഭവം മാറ്റി പിടിച്ച് നമ്മൾ ഗോതമ്പ് നുറുക്കാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇക്കാണെങ്കിൽ ഒരു മധുരത്തിനോട് ഭയങ്കര ഒരു ക്രൈസ് ആയതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഒരു പായസം ഉണ്ടാക്കുന്ന ഒരു സ്വഭാവമുണ്ട്. പായസത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇട്ടോളി. ഇനി ഒരു തവണ ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്തായാലും വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. പായസ പരിപാടിക്ക് ഇവിടെ ഏകദേശം കയ്യാറായിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് അവസാനത്തെ പരിപാടിയായിട്ടുള്ള അണ്ടിയും മുന്തിരിയും ഒന്ന് നെയ്യിൽ വറവിട്ടിട്ട് ഒഴിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതുകൂടെ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് മിൽമയുടെ നെയ്യാണ്. അപ്പോൾ മിൽമയുടെ നെയ്യിൽ ഇതൊന്ന് വറവിട്ടെടുക്കുകയാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര നോയ്സൊക്കെ ഉണ്ടാവും കേട്ടോ. കാരണം എന്താ, ഷെസൂൻ്റെ ഓനെ കൊണ്ട് പറ്റാവണ പരമാവധി എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ അവിടെ കിടന്നിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓനെ ഇക്കാനെ ഞാൻ റൂമിൽ നിന്ന് പുറത്താക്കി വാതിലടിച്ചിട്ടാണ് വോയിസൊക്കെ കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ അണ്ടിയാണ് ആദ്യം ഇട്ടിട്ടുള്ളത്. മുതിര ആദ്യം ഇട്ട കരിഞ്ഞു പോകും, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. വീഡിയോസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാർ വളരെ കുറവായതുകൊണ്ട് തന്നെ വീഡിയോസ് ഇടാനൊക്കെ ഇപ്പോൾ ഭയങ്കര ചടുപ്പായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറേയൊക്കെ ഞാൻ ഇങ്ങനെ നിർത്തി വെക്കണ്ടേ എന്നുള്ള ഒരു ആലോചനയിലാണ്. പിന്നെ ഓരോരോ മൂഡിനനുസരിച്ച് ഇപ്പോഴാണ് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ അപ്പാണ്ട് എടുക്കും. അങ്ങനെയൊക്കെയാണ് എൻ്റെ അവസ്ഥ. അങ്ങനെ അതിലേക്ക് നമ്മൾ മുന്തിരിയൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം മാത്രമാണ് നമ്മൾ അണ്ടിയും മുന്തിരിയും വറവിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പായസത്തിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നൊക്കെ നമ്മൾ കുടിക്കുമ്പോൾ പറയാം. ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റൊക്കെ ഇട്ടോളിയിട്ട് എങ്ങനെയുണ്ട് എന്തൊക്കെയാണെന്നൊക്കെ. അപ്പോൾ ഇത്ര പരിപാടിയുള്ളൂ, നമ്മൾ പായസം സെറ്റായിട്ടുണ്ട് കേട്ടോ. വീഡിയോക്ക് കണ്ടൻറ് ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കമൻറ്റ് ഇട്ടുകൂടി ഇത് ചെയ്തുകൂടി അത് ചെയ്തുകൂടി എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ട് അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവും. പിന്നെ കാത്തിക്കാനുള്ള ക്ഷമൊന്നുമില്ല, ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലാസ്സൊക്കെ ഒഴിച്ചിട്ട് കുടിച്ചിട്ട് ടേസ്റ്റൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടാക്കിയ ആൾ തന്നെയാണ് ആദ്യം ടേസ്റ്റ് നോക്കുന്നത്. ഞാനും ജസ്റ്റ് ഒരു മുറുക്ക് കുടിച്ച് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ട് കുടിച്ചിട്ടില്ല കേട്ടോ, അത് ഒരു ഒഫീഷ്യൽ കുടി മാത്രമാണ്. പിന്നെ പായസം കുറച്ച് നമ്മളൊരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ചൂടാറിയിട്ട് കുടിക്കാന്നുള്ളൊരു നിലയ്ക്ക്. ഇത് ചൂടാറി കഴിയോളം എന്തെങ്കിലുമൊക്കെ പണി വേണ്ടേ. അപ്പോൾ ജസ്റ്റ് പുറത്തിറങ്ങി നോക്കിയപ്പോൾ നമ്മുടെ മൾബറി മരത്തുമ്മൽ മൾബറിയൊക്കെ കായ്ച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ, പൈത്തൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് പറിക്കാമെന്ന് വിചാരിച്ചു. ഒരു പ്രാവശ്യം ഇതിന്മേൽ ഒരുപാട് മൾബറീസൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. മഴയുടെ മുന്നത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മഴ ഇതിപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് വലിയ ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ. പിന്നെ ഉമ്മ കോഴിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പായസത്തിന് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ആ തേങ്ങയുടെ പീലുണ്ടല്ലോ, അതൊക്കെ കോഴിൻ്റെ പാത്രത്തിൽ കൊട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെടീൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ്. നമ്മൾ മൽസ്ട്രോമൊക്കെ ഇഷ്ടം പോലെ പൂവിട്ടിട്ട് നിൽക്കുന്നുണ്ട്. മരമൊക്കെ കുറച്ചുകൂടെ ഹൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനൊരു പൂവെടുത്ത് ജസ്റ്റ് നിങ്ങളെ കാണിച്ചതാണ്. അതിൻ്റെ ഇതളൊക്കെ കൊഴിഞ്ഞു പോയി, ഇനി പാവം പറിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അതിന്മേ തന്നെ വെച്ച് കാണിച്ചു തന്നതാട്ടോ. പിന്നെ നമ്മുടെ മീനുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. കുറച്ച് മീനുകളൊക്കെ ചത്തു പോയിട്ടുണ്ട്, കുറച്ച് ബാക്കി ഇതിലുണ്ട് കേട്ടോ. കാണിച്ചു തരാം. ഈ സമയമായതുകൊണ്ട് കാണാനും കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും കാണുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. പിന്നെ ഞാൻ കൊണ്ടുപോയിട്ട് ആ ഒരു ചോറും ഉണ്ട് കേട്ടോ. അതിൽ തേങ്ങാൻ്റെ പീലിൻ്റെ സംഭവമൊക്കെ ഉണ്ടല്ലോ, ഒക്കെ കോഴി നല്ല സ്നേഹത്തോടെ കഴിക്കുന്നുണ്ട് കേട്ടോ. അതിനിടയിൽ ഒരു ഡെലിവറി ബോയ് വന്ന് പോയിട്ടുണ്ടായിരുന്നു. ഒരു വാച്ചൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതൊക്കെ അൺബോക്സ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വന്നപ്പോഴത്തേക്ക് കൂട്ടാം. പിന്നെ ഷെസു ഞാൻ പറഞ്ഞല്ലോ പുറത്തിറങ്ങിയ 24 മണിക്കൂർ ഉപ്പാൻ്റെ ഓട്ടോയിലാവും. അങ്ങനെ ഓട്ടോയിൽ കയറി ഇരിക്കുന്നുണ്ട്. ഇനി കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ വിരിഞ്ഞിക്കണതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ ഉമ്മാൻ്റെ ഒരു ഹോബീസ് അറിയണത്. എവിടുന്നേലൊക്കെ ചെടി കാണുക, ഇഷ്ടപ്പെട്ട ചെടി കണ്ടിട്ട് കുത്തുക, അതൊക്കെ പൂട്ട് കാണുക. പക്ഷെ പൂട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നും കേട്ടോ. കണ്ടില്ലേ, റോസൊക്കെ നല്ല എന്താ പറയുക, നല്ലൊരു കളറും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലോണം പൂവിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചധികം ഫ്ലവേഴ്സൊക്കെ നല്ലോണം പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അതെന്താ ഓർക്കിഡ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ വൈറ്റും ഉണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ തെച്ചിപ്പൂവ്,
തെച്ചൊക്കെ ഈ ഒരു കളർ പീച്ച് കളറിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരിക്കലും ചെടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ കോൺടാക്ട് ചെയ്തോളൂ. നമ്മൾ 100 രൂപയ്ക്കൊക്കെ ഒരു കൊമ്പൊക്കെ തരുന്നതാണ്. നമുക്കതൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല കേട്ടോ. പക്ഷെ ഞാൻ എന്താ പൂവൊക്കെ വീഡിയോ എടുക്കണ നേരത്ത് മറ്റാൾ വന്നിട്ട് പൂവൊക്കെ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അവൻ്റെ ഒരു പണി തന്നെയാണ് ഉമ്മാനെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഉമ്മാൻ്റെ പൂ വറുക്കുക, ചെടി വറുക്കുക, പുറത്തിറങ്ങിയുള്ള ഓൻ്റെ പരിപാടി മെയിൻ ഇതൊക്കെ തന്നെയാണ്. കുറച്ചധികം നേരം ഇവിടെ നിന്നാൽ ശരിയാവില്ല. ഓനുള്ള പൂ ഫുള്ള് പറിച്ചിട്ട് എടുക്കൂട്ടാ. ഓനെയും കൊണ്ട് മെല്ലെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ആകാശമൊക്കെ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തു. പിന്നെ ബാക്കി ഫ്ലവേഴ്സൊക്കെ ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ ഈ ഒരു ഫ്ലവർ. അപ്പോൾ അതും പിന്നെ ഇവിടെ കുറച്ച് റോസാപ്പൂ ഒരുപാട് കാട് കെട്ടിയ പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഉള്ളിലേക്ക് കുറച്ച് നഞ്ഞ് കയറിയിട്ടൊക്കെ വേണം വീഡിയോ എടുക്കാനല്ലേ, എന്ത് സഹിക്കും എന്നുള്ള നിലയ്ക്ക് ഞാനും കയറിയിട്ടുണ്ട്. എൻ്റെ കൂടെ ബാക്കിൽ ഷെസ് കയറിയിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വാച്ച് കുറേ റിപ്പയറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മൂപ്പരവിടെ ഇട്ട് നിസ്കരിക്കാൻ എന്തിനോ പോയിട്ടുണ്ട്. അതിനിടയിൽ ഞാനെന്താ പായസം കുടിച്ചു നോക്കി. മാഷാല്ലാ നല്ല അടിപൊളി പായസമാണ്. പിന്നെ ഷെസ് കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് തന്നെ കൂടിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ടേക്ക് കെയർ.